ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പായസക്കഥയായിട്ടാണ്. എന്നെ സ്നേഹനിധിയായ ഉമ്മച്ചി ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉണ്ടാക്കി തന്ന കേട്ടോ. എൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു മന്ത്രത്തരം കാണിച്ചു. ശർക്കര ഉരുക്കിയിട്ട് വടിയെടുത്തിട്ട് അരി ഇതാക്കി. ഇതാണ് നമ്മുടെ ശർക്കര. അരിയുടെ വടിയും ശർക്കരയുടെ തവിയും എല്ലാം ഒരേപോലെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് എനിക്കത് പറ്റിയത്. ശർക്കര ഇവിടെ ഉണ്ട്, പിന്നെ അരി അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ഇപ്പോൾ അങ്ങോട്ട് തിളപ്പിച്ചെടുത്തതേ ഉള്ളൂ. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉമ്മച്ചി എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. പിന്നെ ഇവിടെ തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ തേങ്ങാക്കൊത്ത് എടുത്ത് കട്ട് തിന്നാണ് തേങ്ങാക്കൊത്ത്. പിന്നെ അത് വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ പെട്ടെന്നൊന്ന് റെഡിയാക്കിയിട്ട് ശർക്കര കഞ്ഞി ഉണ്ടാക്കുക കേട്ടോ. പായസമല്ല, ശർക്കര കഞ്ഞി. പായസം പോലെ തന്നെ കണ്ടോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പോയി ഇളക്കുമായിരുന്നു. ഇതെൻ്റെ അനിയത്തി ശർക്കരയെല്ലാം തേങ്ങാക്കൊത്ത് കെട്ടുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. പിന്നെ അതേ ശർക്കര കഞ്ഞിയിൽ പാൽപ്പൊടി ചേർത്തു. ഇപ്പം പകുതിയായി. ഞാൻ വീഡിയോ എടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോവാണ്. ഇപ്പോൾ പാൽപ്പൊടി ചേർത്തിട്ട് ഉമ്മിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും ഉണ്ടാക്കുമല്ലേ, അപ്പോൾ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് പറഞ്ഞെടുത്താണ്. എൻ്റെ ഇടയ്ക്ക് പയർ ചേർത്തു, എല്ലാം കൂടി മിക്സ് ചെയ്തു. ഇപ്പോൾ പാൽപ്പൊടി ചേർത്തപ്പോഴാണ് ഞാൻ വന്ന് വീഡിയോ എടുക്കുന്നത്. ആ ഒരു കൊതിയിൽ ഞാനെല്ലാം മറന്നുപോയി വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ. അപ്പോൾ ഞാനും എടുത്തു വെച്ച് ഇളക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മച്ച എന്നെ ഇളക്കാൻ സമ്മതിച്ചില്ല, മേടിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ ഇവിടെ അടുപ്പേന്നൊക്കെ ഇറക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന് ചൂടറിഞ്ഞിട്ടേ കഴിക്കാൻ പറ്റത്തുള്ളൂ, എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് വരുത്തുള്ളൂ എന്നാണ് ഉമ്മച്ച പറഞ്ഞത്. അപ്പോൾ ഇത് ചൂടാറുന്നോളം വരെ വെയിറ്റ് ചെയ്യണം.